പ്രശാന്ത് രഘുവംശം നമുക്കൊപ്പം ചേരുന്നു. ചൈനയുമായി ഇന്ത്യ ചർച്ച നടത്തിയിരിക്കുന്നു. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യിയുമായി സംസാരിച്ചു. പ്രശാന്ത്, ചൈന പാകിസ്ഥാനൊപ്പമാണ്, പാകിസ്ഥാനെ പിന്തുണയ്ക്കും, പരസ്യമായി എത്ര ശക്തമായ ഭാഷയിൽ അത് പറയുന്നു ഇല്ല എന്നത് വേറെ കാര്യം. ആ നിലയിൽ പാകിസ്ഥാനുമായി ഇന്ത്യ ആശയവിനിമയം നടത്തുന്നത്, അത് നയതന്ത്ര തലത്തിൽ ഏറ്റവും ഉയർന്ന തലത്തിൽ ആശയവിനിമയം നടത്തുന്നത് സുപ്രധാനമാണ്. എന്തൊക്കെയാണ് വിവരങ്ങൾ? അത് എന്തായാലും ഇപ്പോൾ ചൈനയുമായി ഇന്ത്യ ചർച്ച നടത്തിയിരിക്കുകയാണ്. ഒരുപക്ഷെ ഈ ഒരു പ്രശ്നം, പഹൽഗാം ആക്രമണം വന്നതിന് ശേഷം ഇതാദ്യമായിട്ടാണ് ചൈനയ്ക്കും ഇന്ത്യക്കും ഇടയിലുള്ള ഈ ഒരു ചർച്ച നടക്കുന്നത്. എന്തായാലും ഇപ്പോൾ ചൈനയുമായി ചർച്ച നടത്തിയിരിക്കുന്നത് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലാണ്. അദ്ദേഹമാണ് ഇപ്പോൾ ചൈനയുടെ വിദേശകാര്യമന്ത്രി വാങ് യിയുമായി സംഭാഷണം നടത്തിയിരിക്കുന്നത്. ഈ ഒരു ചർച്ചയിൽ പ്രധാനമായും ഇപ്പോൾ ഇന്ത്യ അറിയിച്ചിരിക്കുന്നത്, ഇന്ത്യ ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെയാണ്, പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെയാണ് ഈ ഒരു ആക്രമണം നടത്തിയിരിക്കുന്നത് എന്നതാണ്. അതുകൊണ്ട് ഈ ഒരു സർജിക്കൽ സ്ട്രൈക്ക് ഇന്ത്യ നടത്തിയത് ഭീകര കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ച് മാത്രമാണ്, അല്ലാതെ പാകിസ്ഥാനിലെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ഇന്ത്യ എന്തെങ്കിലും ഒരു നീക്കം നടത്തിയിട്ടില്ല. അതിനാൽ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ഇനി എന്തെങ്കിലും കൂടുതൽ നീക്കങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ശക്തമായി തിരിച്ചടിക്കാനും ഇന്ത്യക്ക് അറിയാം എന്നാണ് ഇപ്പോൾ ചൈനയെ അറിയിച്ചിരിക്കുന്നത്. ചൈന നേരത്തെ പ്രസ്താവന നൽകിയിരുന്നു. അതിൽ പറഞ്ഞത് ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഇങ്ങനെ ഒരു നീക്കം ഉണ്ടായത് ഖേദകരമാണ് എന്നതാണ്. പക്ഷേ ഇന്ത്യയും പാകിസ്ഥാനും ചർച്ചകളിലൂടെ ഈ പ്രശ്നങ്ങൾ വഷളാകാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണം എന്നുകൂടി ചൈനയുടെ പ്രസ്താവനയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ എന്തായാലും അജിത് ഡോവലിന്റെ ഭാഗത്ത് നിന്ന് ഈ ഒരു സംഭാഷണം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ പഹൽഗാം ആക്രമണത്തിന് ശേഷം ഇതാദ്യമായിട്ട് ചൈനയുമായി ഇന്ത്യ ഒരു സംഭാഷണം തുടങ്ങിയിരിക്കുന്നു എന്ന് പറയാം. US, UK, അതുപോലെ UAE, സൗദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങളുമായിട്ടൊക്കെ ഇപ്പോൾ അജിത് ഡോവൽ അടക്കമുള്ളവർ ചർച്ച നടത്തിയിട്ടുണ്ട്. ഇവിടെയുള്ള ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളുമായി അജിത് ഡോവൽ ചർച്ച നടത്തി. നേരത്തെ അമേരിക്കൻ NSAയുമായിട്ടും അജിത് ഡോവൽ ചർച്ച നടത്തിയിരുന്നു. ഇപ്പോൾ അതിനെല്ലാം ശേഷമാണ് ചൈനയുമായി ഒരു ചർച്ച ഇപ്പോൾ ഇന്ത്യ നടത്തിയിരിക്കുന്നത്. പാകിസ്ഥാൻ സേന പ്രത്യേകിച്ച് ഇപ്പോൾ തിരിച്ചടിക്കുമെന്നുള്ള ഭീഷണിയൊക്കെ മുഴക്കുന്നുണ്ട്. പാകിസ്ഥാൻ സർക്കാർ പാകിസ്ഥാൻ സേനയ്ക്ക് എല്ലാ സ്വാതന്ത്ര്യവും ഇതിന് നൽകുന്ന ഒരു കാഴ്ചയും കാണുന്നുണ്ട്. ആ സമയത്താണ് ഇന്ത്യ ഇപ്പോൾ എന്തായാലും ചൈനയെ നിലപാട് അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ത്യക്ക് ഈ ഒരു സംഘർഷം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാനോ ഇത് വലുതാക്കാനോ ഉള്ള ആഗ്രഹമില്ല എന്നാണ് ഇന്ത്യ ഇപ്പോൾ ചൈനയോട് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു നീക്കം ഉണ്ടായാൽ ശക്തമായി തിരിച്ചടിക്കും എന്നൊരു സൂചന ഇപ്പോൾ ചൈനയ്ക്ക് നൽകിയിരിക്കുകയാണ്. അതുകൊണ്ട് ചൈനയും നേരത്തെ എടുത്ത പ്രസ്താവനയുമായി ഇന്ത്യ യോജിക്കുകയാണ്. ഈ പ്രശ്നം വഷളാകാൻ ഇപ്പോൾ ഇന്ത്യ ആഗ്രഹിക്കുന്നില്ല എന്നാണ് ഈ ചർച്ചയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. പക്ഷേ ഭീകര കേന്ദ്രങ്ങൾക്ക് എതിരെയാണ് ഈ ആക്രമണം നടന്നിരിക്കുന്നതെന്ന കാര്യം ചൈനയെ അറിയിക്കാൻ കൂടിയാണ് ഇപ്പോൾ ഈ ഒരു സംഭാഷണം നടന്നിരിക്കുന്നത്. അതായത് പ്രശാന്ത്, പഹൽഗാം ആക്രമണത്തിന് പിന്നിൽ പാകിസ്ഥാന്റെ എല്ലാ സഹായവും ഉണ്ടെന്നതിന്റെ വ്യക്തമായ തെളിവുകൾ ഇന്ത്യ ലോകരാഷ്ട്രങ്ങൾക്ക് മുമ്പിൽ നൽകി. പല രാജ്യങ്ങളും മൃദുവായ ഭാഷയിലൊക്കെ അപലപിച്ചെങ്കിലും ഈ തിരിച്ചടിക്ക് ശേഷം അതിശക്തമായ ഭാഷയിലുള്ള പ്രതികരണങ്ങൾക്ക് ലോകരാജ്യങ്ങൾ മുതിർന്നിട്ടില്ല. ഇന്ത്യ അവരുമായി ആശയവിനിമയം നടത്തി സ്ഥാപിക്കുന്നത് ഇന്ത്യ മറുപടി നൽകിയിരിക്കുന്നു. ഇന്ത്യയിൽ ആക്രമണം നടത്തി നിരപരാധികളെ വെടിവെച്ച് കൊന്നവർക്കുള്ള മറുപടി ഇന്ത്യ നൽകിയിരിക്കുന്നു. ഇവിടെ ഇതിനപ്പുറത്തേക്ക് കൊണ്ടുപോകാൻ ഇന്ത്യക്ക് താല്പര്യമില്ല. ഇനി ഉണ്ടാകുന്നത് എന്തും പാകിസ്ഥാന്റെ ഉത്തരവാദിത്വമാണ് എന്ന സന്ദേശം ലോകത്തിന് ഇന്ത്യ നൽകുന്നു, ചൈനയ്ക്ക് ഉൾപ്പെടെ. അതെ, ആ ഒരു സന്ദേശം നൽകുന്നു എന്ന് തന്നെ പറയാം. കാരണം ഇന്ത്യ നേരത്തെ എല്ലാ രാജ്യങ്ങളുമായും ചർച്ച നടത്തിയിരുന്നു. പ്രത്യേകിച്ച് സുഹൃത്ത് രാജ്യങ്ങളുമായി ഇന്ത്യ ചർച്ച നടത്തിയിരുന്നു. ചൈനയുമായുള്ള ചർച്ച യഥാർത്ഥത്തിൽ നടന്നിരുന്നില്ല. പക്ഷേ രക്ഷാസമിതി നോക്കുകയാണെങ്കിൽ അതിലുള്ള 4 സ്ഥിരാംഗങ്ങളുമായിട്ടും ഇന്ത്യ ചർച്ച നേരത്തെ നടത്തിയതാണ്, പൂർത്തിയാക്കിയതാണ്. ഈ 4 സ്ഥിരാംഗങ്ങളുമായുള്ള ചർച്ചയിലും ഇന്ത്യ നേരത്തെ ചൂണ്ടിക്കാട്ടിയത് പഹൽഗാം ആക്രമണത്തിന് ശേഷം തിരിച്ചടിക്കണം എന്നതാണ് രാജ്യത്തിന്റെ ആവശ്യം. രാജ്യത്ത് അങ്ങനെ ജനങ്ങൾക്ക് ഒരു വികാരമുണ്ട്. അപ്പോൾ ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെ ഭീകരതയ്ക്കെതിരെയുള്ള ഒരു തിരിച്ചടി ഉണ്ടാകും എന്നതാണ് ഇന്ത്യ പല രാജ്യങ്ങളെയും അറിയിച്ചത്. ഇങ്ങനെ പാകിസ്ഥാനിൽ കയറി അടിക്കും എന്നൊന്നും ഇന്ത്യ പറഞ്ഞിട്ടില്ല. പക്ഷേ ഭീകരതയ്ക്കെതിരെയുള്ള ഒരു നീക്കം ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്ന് പല രാജ്യങ്ങളെയും അറിയിച്ചു. അപ്പോൾ അമേരിക്കയും റഷ്യയും ഒക്കെ അതിനെ ശക്തമായി പിന്തുണയ്ക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത്. ഫ്രാൻസും ഇന്ത്യയുടെ നിലപാടിനെ ശക്തമായി പിന്തുണയ്ക്കുമെന്ന് അറിയിച്ചിരുന്നു. അതിനൊക്കെ ശേഷമാണ് ഇപ്പോൾ ഈ ഒരു നീക്കം ഈ ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെ ഇന്ത്യ നടത്തിയിരിക്കുന്നത്. അപ്പോൾ ഇപ്പോഴും ഇന്ത്യ എല്ലാ രാജ്യങ്ങളോടും പറയുന്നത് ഇന്ത്യ നടത്തിയിരിക്കുന്നത് ഭീകരതയ്ക്കെതിരായിട്ടുള്ള ഒരു നീക്കമാണ്, ഭീകര കേന്ദ്രങ്ങൾക്കെതിരായിട്ടുള്ള ഒരു നീക്കമാണ്. അതിനപ്പുറം എന്തെങ്കിലും സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ഒരു ആക്രമണം ഇന്ത്യ നടത്തിയിട്ടില്ല. അതുകൊണ്ട് ഇതൊരു സൈനിക യുദ്ധമായി ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിലുള്ള യുദ്ധമായി മാറ്റാൻ ഇന്ത്യ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ പാകിസ്ഥാൻ ഈ വിഷയത്തിൽ എങ്ങനെ പ്രതികരിക്കും എന്നത് ഇന്ത്യ ഉറ്റുനോക്കുമെന്നതാണ് പല രാജ്യങ്ങളെയും. ഒരു കാര്യം കൂടി, ഖ്വാജ ആസിഫ് പാക് പ്രതിരോധ മന്ത്രി നേരത്തെ വലിയ വെല്ലുവിളികൾ നടത്തിയതാണ്. പാകിസ്ഥാന്റെ ആണവ ശേഷിയെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് നൽകിയതാണ്. ഒരു ആണവ യുദ്ധത്തിനുള്ള സാധ്യതയെക്കുറിച്ച്
ലോകത്തിന് മുന്നിൽ വലിയ വർത്തമാനം പറഞ്ഞ് സംഘർഷം ഒഴിവാക്കാൻ ശ്രമിച്ചതാണ്. ഇപ്പോൾ പറയുന്നത് പിൻവാങ്ങാൻ തയ്യാറാണ് ഇന്ത്യ, സംഘർഷം ഒഴിവാക്കാൻ. ഇനി കൂടുതൽ സംഘർഷത്തിലേക്ക് പോയില്ലെങ്കിൽ അത് ഇന്ത്യ മുഖവിലേക്ക് എടുക്കുന്നുണ്ടോ? കഴിഞ്ഞ രണ്ടാഴ്ചയായി ഇന്ത്യ നിരന്തരം പാകിസ്ഥാനോട് പറയുന്നത് ഈ പഹൽഗാം ആക്രമണത്തിന് പിന്നിലുള്ള ഭീകര സംഘടനകൾ പാകിസ്ഥാനിലുണ്ട്, അതുകൊണ്ട് പാകിസ്ഥാൻ ഇക്കാര്യത്തിൽ നടപടി സ്വീകരിക്കണം എന്നതാണ് ഇന്ത്യ തുടർച്ചയായി പാകിസ്ഥാനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇത് അംഗീകരിക്കാൻ പാകിസ്ഥാൻ തയ്യാറായിരുന്നില്ല. ഒരു ഘട്ടത്തിലും പാകിസ്ഥാൻ ഇതിന് തയ്യാറായില്ല. ഖോജ ആസിഫ് പലപ്പോഴും മാധ്യമങ്ങളെ കണ്ടപ്പോഴെല്ലാം പാകിസ്ഥാന് ഇതിലൊരു പങ്കുമില്ല, പാകിസ്ഥാനിലുള്ള ഭീകര സംഘടനകൾക്ക് ഇതിൽ പങ്കില്ല എന്ന് മാത്രമല്ല ലഷ്കർ ഇ തയ്യബ ഇപ്പോൾ പാകിസ്ഥാനിലില്ല എന്ന് പോലും ഖോജ ആസിഫ് പറയുന്ന ഒരു സാഹചര്യമുണ്ടായി. അപ്പോൾ ലഷ്കർ ഇ തയ്യബയുടെ സാന്നിധ്യം തന്നെ അംഗീകരിക്കാൻ തയ്യാറാവാതെയാണ് പാകിസ്ഥാൻ മുന്നോട്ട് പോയത് എന്ന് മാത്രമല്ല ഖോജ ആസിഫ് ഇന്ത്യ എന്തെങ്കിലും ഒരു നീക്കം നടത്തുകയാണെങ്കിൽ ആണവ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ പോകും എന്ന് പറഞ്ഞിരുന്നു. ഒപ്പം ജലത്തിൻ്റെ ഒഴുക്ക് ഇന്ത്യ നിർത്തിവെക്കുകയാണെങ്കിൽ അത് യുദ്ധമായി കണക്കാക്കും എന്ന് ഖോജ ആസിഫ് ആദ്യം പറഞ്ഞിരുന്നു. അപ്പോൾ അതിനൊക്കെ ശേഷം ഇന്ത്യ ജലം ഒഴുക്ക് നിർത്താനൊക്കെ ഉള്ള തീരുമാനം എടുത്തതൊക്കെ നമുക്ക് നന്നായി അറിയാവുന്നതാണ്. അതിനുശേഷം ഇപ്പോൾ ഇന്ത്യ ഈ ഒരു നിലയിലേക്ക് പോയതിനു ശേഷവും ഖോജ ആസിഫ് ഇപ്പോൾ ചെറിയൊരു നിലപാട് മാറ്റം കാണിക്കുന്നുണ്ട്. ഖോജ ആസിഫ് പറയുന്നത് ഇന്ത്യ പ്രശ്ന പരിഹാരത്തിന് തയ്യാറാണെങ്കിൽ പാകിസ്ഥാനും ഒരു പ്രശ്നവുമില്ല, പാകിസ്ഥാനും ഈ സ്ഥിതി വഷളാക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നതാണ്. അപ്പോൾ ഇന്ത്യ പ്രശ്ന പരിഹാരത്തിന് തയ്യാറാകണം എന്ന നിർദ്ദേശമാണ് ഖോജ ആസിഫ് ഇപ്പോൾ വെച്ചിരിക്കുന്നത്. പാകിസ്ഥാൻ അവകാശപ്പെടാനും കഴിയില്ലല്ലോ. നേരത്തെ ഇന്ത്യ ഒരു സ്വതന്ത്ര അന്വേഷണത്തിന് തയ്യാറായാൽ സഹകരിക്കാമെന്ന് പാകിസ്ഥാൻ വാഗ്ദാനം നൽകിയിരുന്നു. പഹൽഗാം ആക്രമണത്തിന് പിന്നിൽ പാകിസ്ഥാന് പങ്കില്ല എന്ന് അവകാശപ്പെട്ടിരുന്നു. ഒരു തെളിവും ഇന്ത്യക്ക് കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല എന്ന് പറഞ്ഞിരുന്നു. ഭീകര കേന്ദ്രങ്ങൾ പാകിസ്ഥാനിൽ ഇല്ല എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇനി അവർക്ക് നിഷേധിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് ഈ ആക്രമണത്തിന് പിന്നാലെ ഉരുത്തിരിഞ്ഞിരിക്കുന്നത് ലോകത്തിന് മുന്നിൽ. കാരണം ജെയ്ഷെ മുഹമ്മദിന്റെയും ലഷ്കർ ഇ തോയ്ബയുടെയൊക്കെ പ്രധാനപ്പെട്ട നേതാക്കളും അവരുടെ കുടുംബാംഗങ്ങളും അടക്കം ആക്രമണത്തിന് വിധേയരായിരിക്കുന്നു. ഈ ഭീകര സംഘടനകൾ തന്നെ സ്ഥിരീകരിക്കുന്നു. അപ്പോൾ ഇനി പാകിസ്ഥാൻ ഒഴിഞ്ഞു മാറാൻ കഴിയാത്ത ഒരു സാഹചര്യം കൂടി ഇന്ത്യയുടെ തിരിച്ചടി ഒരുക്കിയിട്ടുണ്ട്. ഒരു തർക്കവുമില്ല. കാരണം ഇപ്പോൾ പാകിസ്ഥാനിൽ കയറി ഇന്ത്യ ഈ ഒരു നീക്കം നടത്തി കഴിയുമ്പോൾ ആദ്യം നൽകിയിരിക്കുന്ന ക്യാമ്പിൻ്റെ പേര് സബായ് നാല ക്യാമ്പ് എന്നതാണ്. മുസഫർബാദിലാണ് ഈ ക്യാമ്പ് ഉള്ളത്. അപ്പോൾ ഈ ഒരു ക്യാമ്പ് ഇപ്പോൾ പാക് അധീന കശ്മീരിലുള്ള ക്യാമ്പാണ്. ഈ ക്യാമ്പ് ഇപ്പോൾ നിയന്ത്രണ രേഖയിൽ നിന്ന് 30 കിലോമീറ്റർ അകലെയാണ് എന്നതാണ് അറിയിക്കുന്നത്. ഈ ക്യാമ്പിൽ യഥാർത്ഥത്തിൽ പലതരത്തിലുള്ള നീക്കങ്ങളും നേരത്തെ മുതൽ പാകിസ്ഥാൻ നടത്തി വന്നിരുന്നതാണ്. ഒക്ടോബർ 2024 സോൻമാർഗിലും പിന്നെ ഗുൽമർഗിലും ഉണ്ടായ ഭീകരാക്രമണങ്ങളിൽ പങ്കെടുത്തവർക്ക് ഇവിടെയാണ് പരിശീലനം നൽകിയത് എന്ന് ഇന്ത്യ കണ്ടെത്തി കഴിഞ്ഞു. പഹൽഗാമിൽ ഇപ്പോൾ എത്തിയ ഭീകരർക്കും പരിശീലനം നൽകിയത് ഈ സബായ് നാല ക്യാമ്പിലാണ്. അപ്പോൾ ആ സബായ് നാല ക്യാമ്പിന് നേരെയും പാകിസ്ഥാനിൽ എത്തി ഇപ്പോൾ ഇന്ത്യ ആക്രമണം നടത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ മിസൈൽ അയച്ച് ആക്രമണം നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് പാകിസ്ഥാനുള്ള ഭീകര കേന്ദ്രങ്ങൾ എല്ലാം തന്നെ ഇന്ത്യ ഇപ്പോൾ തകർക്കുകയും ലഷ്കർ ഇ തയ്യബയുടെയും ജെയ്ഷെ മുഹമ്മദിൻ്റെയും കേന്ദ്രങ്ങൾ തന്നെ തകർക്കുകയും ജെയ്ഷെ മുഹമ്മദിൻ്റെ തലവൻ മസൂദ് അസർ ഇപ്പോൾ അത് അംഗീകരിക്കുകയും ഒക്കെ ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് ഈ ഭീകര സംഘടനകൾ പാകിസ്ഥാനിൽ ഇല്ല എന്ന് അവകാശപ്പെടാൻ എന്തായാലും പാകിസ്ഥാന് കഴിയില്ല. പക്ഷേ ഖോജ ആസിഫ് ഇപ്പോൾ വെച്ചിരിക്കുന്ന ഈ നിർദ്ദേശം പാകിസ്ഥാൻ സേന കൂടി അറിഞ്ഞിട്ടാണോ എന്ന് നമുക്ക് പറയാൻ കഴിയുകയില്ല. കാരണം പാകിസ്ഥാൻ സേന ഇപ്പോഴും പറയുന്നത് സർക്കാർ പാകിസ്ഥാൻ സേനയ്ക്ക് ഉചിതമായ മറുപടി നൽകാനുള്ള അവകാശം നൽകിയിരിക്കുകയാണ്. പാകിസ്ഥാൻ സേന എന്ത് വേണം എന്നത് തീരുമാനിക്കും എന്നതാണ്. ആ സമയത്താണ് വാർത്തകൾ പാക് മാധ്യമങ്ങളിൽ വരുമ്പോൾ തന്നെയാണ് ഇപ്പോൾ എന്തായാലും ഖോജ ആസിഫ് ഇന്ത്യ പ്രശ്നപരിഹാരത്തിന് തയ്യാറാണെങ്കിൽ പാകിസ്ഥാനും അതിന് തയ്യാറാണ് എന്നൊരു സന്ദേശം നൽകിയിരിക്കുന്നത്. ശരി പ്രശാന്ത്, ആയുധ ശേഷിയിലോ ആൾബലത്തിലോ കൃത്യതയിലോ ഇനി ധാർമ്മികമായ അടിത്തറയിലോ ഏതെങ്കിലും തരത്തിൽ ഇന്ത്യയോട് കിടപിടിക്കാൻ പാകിസ്ഥാന് കഴിയില്ല എന്ന് വ്യക്തമാണ്. അത് തെളിയിക്കാൻ ഇന്ത്യ സാധാരണ മുതിരാറില്ല. നിരവധി തവണ പാകിസ്ഥാന്റെ പ്രകോപനങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ഏതെങ്കിലും തരത്തിലുള്ള തിരിച്ചടിക്ക് ഇന്ത്യ ഒരുങ്ങാറുള്ളത്. ഏറ്റവും ശക്തമായ തിരിച്ചടി രാജ്യം മുഴുവൻ ഒറ്റക്കെട്ടായി അപസ്വരങ്ങളില്ലാതെ പ്രതിപക്ഷം ഉൾപ്പെടെ കേന്ദ്ര സർക്കാരിന് പിന്തുണ നൽകി ആവശ്യപ്പെടുന്ന ഘട്ടത്തിലും ഇന്ത്യ പാകിസ്ഥാനിലെ സൈനിക കേന്ദ്രങ്ങളോ മറ്റ് തന്ത്രപ്രധാന കേന്ദ്രങ്ങളോ ഒന്നും ആക്രമിച്ചിട്ടില്ല. പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങളെന്ന് ഭീകര സംഘടനകൾ തന്നെ ഔദ്യോഗികമായി സമ്മതിക്കേണ്ടി വന്ന കേന്ദ്രങ്ങളാണ് ആക്രമിച്ചത്. അതിന് ഇന്ത്യ ഉപയോഗിച്ചത് ഏറ്റവും കൃത്യമായ ആയുധങ്ങളും ഏറ്റവും കൃത്യമായ രഹസ്യാന്വേഷണ വിവരങ്ങളുമാണ്. ആയുധശേഖരത്തിലെ സമ്പന്നമായ ഇന്ത്യയുടെ പക്കൽ ശക്തിയേറിയ നിരവധി മിസൈലുകളുണ്ട്. പാകിസ്ഥാൻ പലപ്പോഴും അവകാശവാദം ഉന്നയിക്കാറുണ്ട്, ഇന്ത്യക്കൊപ്പം നിൽക്കുന്ന ആയുധങ്ങൾ തങ്ങൾക്കുണ്ടെന്ന്. പക്ഷേ അതൊക്കെ വെറും അവകാശവാദങ്ങളാണെന്ന് പലതരത്തിലുള്ള പ്രതിരോധ മേഖലയിലെ പഠനങ്ങൾ തെളിയിച്ചിട്ടുമുണ്ട്.